നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം കവികളും അവരുടെ കവിതകളുമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മലയാളം കവികളും അവരുടെ കവിതകളും. ഇതിൽ ഒട്ടുമിക്ക കവിതകളും നിങ്ങൾ പ്രീവിയസ് ആയി കണ്ടിട്ടുള്ളവയായിരിക്കും. ഇവ തന്നെയാണ് പി എസ് സി വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. പിന്നെ കുറച്ച് കവിതകൾ ചോദിക്കാൻ സാധ്യതാ ലിസ്റ്റിൽ കിടപ്പുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലാസ്. അപ്പോൾ മലയാളം കവികളും അവരുടെ പ്രധാനപ്പെട്ട കവിതകളും. വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയുടെ പ്രശസ്തമായ കവിതകളാണ് ആയിഷ, മുളങ്കാട്, സർഗസംഗീതം, എനിക്കു മരണമില്ല, കൊന്തയും പൂണൂലും. ഇതിൽ ഏറ്റവും കൂടുതൽ പി എസ് സി പ്രീവിയസ് ആയി ചോദിച്ചത് കൊന്തയും പൂണൂലുമാണ്. വയലാർ രാമവർമ്മയുടെ കവിതകൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ആയിഷ, മുളങ്കാട്, സർഗസംഗീതം, എനിക്കു മരണമില്ല, കൊന്തയും പൂണൂലും. വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് സൗന്ദര്യ പൂജ, കദളീവനം, മാണിക്യവീണ. ഇതിനകത്ത് കദളീവനവും മാണിക്യവീണയും ഒരുപാട് തവണ പി എസ് സി പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർക്കുക. വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് സൗന്ദര്യ പൂജ, കദളീവനം, മാണിക്യവീണ. പി കുഞ്ഞിരാമൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് കളിയച്ചനും താമരത്തോണിയും. ഇത് രണ്ടും പി എസ് സി പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പി കുഞ്ഞിരാമൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് കളിയച്ചനും താമരത്തോണിയും. എൻ വി കൃഷ്ണവാര്യരുടെ പ്രശസ്തമായ കവിതകളാണ് ഗാന്ധിയും ഗോഡ്സെയും, കാളിദാസന്റെ സിംഹാസനം, എലികൾ എന്നിവ. ഇതിൽ ഗാന്ധിയും ഗോഡ്സെയും ഒരുപാട് തവണ പി എസ് സി പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർത്തു വെക്കുക. എൻ വി കൃഷ്ണവാര്യരുടെ പ്രശസ്തമായ കവിതകളാണ് ഗാന്ധിയും ഗോഡ്സെയും, കാളിദാസന്റെ സിംഹാസനം, എലികൾ. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പ്രശസ്തമായ കവിതകളാണ് മണിനാഥം, തുഷാരഹാരം, നവസൗരഭം. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? മണിനാഥം, തുഷാരഹാരം, നവസൗരഭം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വയലാർ രാമവർമ്മയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? ആയിഷ, മുളങ്കാട്, സർഗസംഗീതം, എനിക്കു മരണമില്ല, കൊന്തയും പൂണൂലും. വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് സൗന്ദര്യ പൂജ, കദളീവനം, മാണിക്യവീണ. പി കുഞ്ഞിരാമൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് കളിയച്ചൻ, താമരത്തോണി. എൻ വി കൃഷ്ണവാര്യയുടെ പ്രശസ്തമായ കവിതകളാണ് ഗാന്ധിയും ഗോഡ്സെയും, കാളിദാസന്റെ സിംഹാസനം, എലികൾ. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പ്രശസ്തമായ കവിതകളാണ് മണിനാഥം, തുഷാരഹാരം, നവസൗരഭം. വിഷ്ണു നാരായണൻ നമ്പൂതിരി. വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിതകളാണ് ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, അപരാജിത, ഉത്തരായനം, ഇന്ത്യ എന്ന വികാരം, ചാരുലത, ആരണ്യകം, എന്റെ കവിത, പരാക്രമം. ഇതിനകത്ത് ആരണ്യകവും അതുപോലെ അപരാജിതയും ഒരുപാട് തവണ പി എസ് സി പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർക്കുക. വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, അപരാജിത, ഉത്തരായനം, ഇന്ത്യ എന്ന വികാരം, ചാരുലത, ആരണ്യകം, എന്റെ കവിത, പരാക്രമം. കെ അയ്യപ്പ പണിക്കർ. കെ അയ്യപ്പ പണിക്കരുടെ പ്രശസ്തമായ കവിതകളാണ് ഗോത്രയാനം, കുരുക്ഷേത്രം. ഇതിൽ കുരുക്ഷേത്രം പി എസ് സി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കെ അയ്യപ്പ പണിക്കരുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാണ്? ഗോത്രയാനവും കുരുക്ഷേത്രവും. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് പൂതപ്പാട്ട്, ഒരുപിടി നെല്ലിക്ക, കറുത്ത ചെട്ടിച്ചുകൾ, കാവിലെ പാട്ട്, അളകാവലി. ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം പി എസ് സി പ്രീവിയസ് ആയി ചോദിച്ചതാണ്, അതുകൊണ്ട് ഓർത്തു പഠിക്കുക. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രശസ്തമായിട്ടുള്ള കവിതകൾ ഏതൊക്കെയാ? പൂതപ്പാട്ട്, ഒരുപിടി നെല്ലിക്ക, കറുത്ത ചെട്ടിച്ചുകൾ, കാവിലെ പാട്ട്, അളകാവലി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിതകളാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, നിമിഷക്ഷേത്രം, ബലിദർശനം. ഇതിനകത്ത് നിമിഷക്ഷേത്രവും ബലിദർശനവും പി എസ് സി പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, നിമിഷക്ഷേത്രം, അതുപോലെ ബലിദർശനം. ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ കവിതകളാണ് രമണൻ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, പാടുന്ന പിശാച്, യവനിക. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കവിതകളും പി എസ് സി പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? രമണൻ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, പാടുന്ന പിശാച്, യവനിക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിതകളാണ് ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, അപരാജിത, ഉത്തരായനം, ഇന്ത്യ എന്ന വികാരം, ചാരുലത, ആരണ്യകം, എന്റെ കവിത, പരാക്രമം.
കെ അയ്യപ്പ പണിക്കരുടെ പ്രശസ്തമായ കവിതകളാണ് ഗോത്രയാനം, കുരുക്ഷേത്രം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് പൂതപ്പാട്ട്, ഒരു പിടി നെല്ലിക്ക, കറുത്ത ചെട്ടിച്ചികൾ, കാവിലെ പാട്ട്, അളകാവലി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിതകളാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, നിമിഷക്ഷേത്രം, ബലിദർശനം. ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ കവിതകളാണ് രമണൻ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, പാടുന്ന പിശാച്, യവനിക. ജി ശങ്കരക്കുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് ഓടക്കുഴൽ, സൂര്യകാന്തി, ഗീതാഞ്ജലിയുടെ വിവർത്തനം മലയാളത്തിലേക്ക്, വിശ്വദർശനം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഓടക്കുഴലും അതുപോലെ തന്നെ വിശ്വദർശനവുമാണ്. ഓർത്തോളനെ. ജി ശങ്കരക്കുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് ഓടക്കുഴൽ, സൂര്യകാന്തി, ഗീതാഞ്ജലിനെ എങ്ങോട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു, അതുപോലെ തന്നെ വിശ്വദർശനം. പി ഭാസ്കരന്റെ പ്രശസ്തമായ കവിതകളാണ് ഓർക്കുക വല്ലപ്പോഴും, ഒറ്റക്കമ്പിയുള്ള തമ്പുരു, വയലാർ ഗർജിക്കുന്നു, പാടുന്ന മൺതരികൾ. ഇതിൽ ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചത് വയലാർ ഗർജിക്കുന്നു ആണ് കേട്ടോ. അപ്പോ പി ഭാസ്കരന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഓർക്കുക വല്ലപ്പോഴും, ഒറ്റക്കമ്പിയുള്ള തമ്പുരു, വയലാർ ഗർജിക്കുന്നു, പാടുന്ന മൺതരികൾ. എൻ ബാലാമണി അമ്മയുടെ പ്രശസ്തമായ കവിതകളാണ് മുത്തശ്ശി, നിവേദ്യം, കുടുംബിനി, പ്രണാമം, മഴുവിന്റെ കഥ, കൂപ്പുകൈ. ഇതിൽ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളത് മുത്തശ്ശിയും നിവേദ്യവുമാണ്. ഓർക്കുക. അപ്പോ എൻ ബാലാമണി അമ്മയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് മുത്തശ്ശി, നിവേദ്യം, കുടുംബിനി, പ്രണാമം, മഴുവിന്റെ കഥ, കൂപ്പുകൈ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ പ്രശസ്തമായ കവിതകളാണ് മകരക്കൊയ്ത്ത്, മാമ്പഴം, കന്നിക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, ശ്രീരേഖ, കണ്ണീർപ്പാടം, സഖ്യന്റെ മകൻ, വിട, കയ്പവല്ലരി, വിത്തും കൈകൊട്ടും, കടൽ കാക്കകൾ, തച്ചന്റെ മകൻ. ഇതിനകത്ത് മകരക്കൊയ്ത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് മാമ്പഴം, അതുപോലെ സഖ്യന്റെ മകൻ, കയ്പവല്ലരി, വിത്തും കൈകൊട്ടും. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതിൽ തന്നെ മാമ്പഴം എന്ന് പറയുന്നത് കന്നിക്കൊയ്ത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കവിതാ സമാഹാരത്തിലുള്ള ഒരു കവിതയാണ്. പക്ഷെ PSC എടുത്ത് മാമ്പഴം ആരാണ് എഴുതിയിരിക്കുന്നത് ചോദിക്കും. ആരാ? വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. അപ്പൊ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. ജി ശങ്കരക്കുറുപ്പിന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ഓടക്കുഴൽ, സൂര്യകാന്തി, ഗീതാഞ്ജലി, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വിശ്വദർശനം. പി ഭാസ്കരന്റെ പ്രശസ്തമായ കവിതകൾ ഓർക്കുക വല്ലപ്പോഴും, ഒറ്റക്കമ്പിയുള്ള തമ്പുരു, വയലാർ ഗർജിക്കുന്നു, പാടുന്ന മൺതരികൾ. എൻ ബാലാമണി അമ്മയുടെ പ്രശസ്തമായ കവിതകളാണ് മുത്തശ്ശി, നിവേദ്യം, കുടുംബിനി, പ്രണാമം, മഴുവിന്റെ കഥ, കൂപ്പുകൈ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ പ്രശസ്തമായ കവിതകളാണ് മകരക്കൊയ്ത്ത്, മാമ്പഴം, കന്നിക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, ശ്രീരേഖ, കണ്ണീർപ്പാടം, സഖ്യന്റെ മകൻ, വിട, കയ്പവല്ലരി, വിത്തും കൈകൊട്ടും, കടൽ കാക്കകൾ, തച്ചന്റെ മകൻ എന്നിവ ഓർക്കുക. എ അയ്യപ്പന്റെ പ്രശസ്തമായ കവിതകളാണ് വെയിൽ തിന്നുന്ന പക്ഷി, ജയിൽ മുറ്റത്തെ പൂക്കൾ, കറുപ്പ്, ബലിക്കുറുപ്പുകൾ, ബുദ്ധനും ആട്ടിൻകുട്ടിയും. ഇതിനകത്ത് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചത് വെയിൽ തിന്നുന്ന പക്ഷിയാണ് കേട്ടോ. അപ്പൊ അയ്യപ്പന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? വെയിൽ തിന്നുന്ന പക്ഷി, ജയിൽ മുറ്റത്തെ പൂക്കൾ, കറുപ്പ്, ബലിക്കുറുപ്പുകൾ, ബുദ്ധനും ആട്ടിൻകുട്ടിയും. ONV കുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം, ഉപ്പ്, ഉജ്ജയിനി, മയിൽപീലി, പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം PSC പ്രീവിയസ് ആയിട്ട് ഒരു 10 വർഷ കാലയളവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ONV കുറുപ്പിന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം, ഉപ്പ്, ഉജ്ജയിനി, മയിൽപീലി, പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. ഇത്രയും കൂടെ സുഹൃത്തുക്കള് ഓർക്കുക. പാല നാരായണൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് കേരളം വളരുന്നു, ആലിപ്പഴം, മലനാട്, പാലാഴി. ഇതിനകത്ത് മലനാടും ആലിപ്പഴവും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പാല നാരായണൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് കേരളം വളരുന്നു, ആലിപ്പഴം, മലനാട്, പാലാഴി. കെ സച്ചിദാനന്ദന്റെ പ്രശസ്തമായ കവിതകളാണ് ദേശാടനം, മറന്നുവെച്ച വസ്തുക്കൾ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ, ഇവനെ കൂടി, 5 സൂര്യൻ. ഇതിനകത്ത് PSC ചോദിച്ചത് മറന്നുവെച്ച വസ്തുക്കൾ, അതുപോലെ എഴുത്തച്ഛൻ എഴുതുമ്പോൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അപ്പോ കെ സച്ചിദാനന്ദന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? ദേശാടനം, മറന്നുവെച്ച വസ്തുക്കൾ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ, ഇവനെ കൂടി, 5 സൂര്യൻ. പ്രഭാവർമ്മയുടെ പ്രശസ്തമായ കവിതകളായിരുന്നു ശ്യാമമാധവം. പ്രഭാവർമ്മയുടെ പ്രശസ്തമായ കവിത ഏതാ സുഹൃത്തുക്കളെ? ശ്യാമമാധവം. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർക്കണം. പ്രഭാവർമ്മയുടെ പ്രശസ്തമായ കവിതയാണ് ശ്യാമമാധവം.
ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അയ്യപ്പന്റെ പ്രധാനപ്പെട്ട കവിതകൾ ഏതൊക്കെയാ? വെയിൽ തിന്നുന്ന പക്ഷി, ജയിൽ മുറ്റത്തെ പൂക്കൾ, കറുപ്പ്, ബലിക്കുറിപ്പുകൾ, ബുദ്ധനും ആട്ടിൻകുട്ടിയും. ONV കുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം, ഉപ്പ്, ഉജ്ജയിനി, മയിൽപീലി, പോക്കുവയിൽ മണ്ണിൽ എഴുതിയത്. പാല നാരായണൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് കേരളം വളരുന്നു, ആലിപ്പഴം, മലനാട്, പാലാഴി. കെ സച്ചിദാനന്ദന്റെ പ്രശസ്തമായ കവിതകളാണ് ദേശാടനം, മറന്നുവെച്ച പുസ്തകം, എഴുത്തച്ഛൻ എഴുതുമ്പോൾ, ഇവനെ കൂടി, 5 സൂര്യൻ. പ്രഭാവർമ്മയുടെ പ്രശസ്തമായ കവിതയാണ് ശ്യാമമാധവം. പുതുശ്ശേരി രാമചന്ദ്രൻ. പുതുശ്ശേരി രാമചന്ദ്രന്റെ പ്രശസ്തമായ കവിതകളാണ് ഗ്രാമീണ ഗായകൻ, ആവുന്നത്ര ഉച്ചത്തിൽ, ശക്തി പൂജ, പുതിയ കൊല്ലനും പുതിയൊരാലയും, ഈ വീട്ടിൽ ആരുമില്ലേ, എന്റെ സ്വാതന്ത്ര്യ സമര കവിതകള്. ഇതിനകത്ത് ഗ്രാമീണ ഗായകൻ PSC പ്രീവിയസ് ആയിട്ട് ഒരു തവണ ചോദിച്ചു കണ്ടിരുന്നു. അപ്പൊ പുതുശ്ശേരി രാമചന്ദ്രന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? ഗ്രാമീണ ഗായകൻ, ആവുന്നത്ര ഉച്ചത്തിൽ, ശക്തി പൂജ, പുതിയ കൊല്ലനും പുതിയൊരാലയും, ഈ വീട്ടിൽ ആരുമില്ലേ, എന്റെ സ്വാതന്ത്ര്യ സമര കവിതകൾ. B സന്ധ്യയുടെ പ്രശസ്തമായ കവിതകളാണ് താരാട്ട്, ബാലവടി. ഇതിനകത്ത് ബാലവടി പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർക്കുക. B സന്ധ്യയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാണ്? താരാട്ടും ബാലവടിയും. സുഗതകുമാരിയുടെ പ്രശസ്തമായ കവിതകളാണ് മണലെഴുത്ത്, രാത്രിമഴ, അമ്പലമണി, തുലാവർഷപ്പച്ച, മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പെൺകുഞ്ഞ്, 90, പ്രണാമം, പാവം മാനവഹൃദയം, രാധയെവിടെ, കുറിഞ്ഞിപ്പൂക്കൾ. ഇതിനകത്ത് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചത് മണലെഴുത്ത്, രാത്രിമഴ, അമ്പലമണി. ഇത് മൂന്നും വ്യക്തമായിട്ട് പഠിച്ചു വെച്ചുകൊള്ളണം. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. അപ്പോൾ സുഗതകുമാരിയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് മണലെഴുത്ത്, രാത്രിമഴ, അമ്പലമണി, തുലാവർഷപ്പച്ച, മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പെൺകുഞ്ഞ്, 90, പ്രണാമം, പാവം മാനവഹൃദയം, രാധയെവിടെ, കുറിഞ്ഞിപ്പൂക്കൾ എന്നിവയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പുതുശ്ശേരി രാമചന്ദ്രന്റെ പ്രശസ്തമായ കവിതകളാണ് ഗ്രാമീണ ഗായകൻ, ആവുന്നത്ര ഉച്ചത്തിൽ, ശക്തി പൂജ, പുതിയ കൊല്ലനും പുതിയൊരാലയും, ഈ വീട്ടിൽ ആരുമില്ലേ, എന്റെ സ്വാതന്ത്ര്യ സമര കവിതകൾ. B സന്ധ്യയുടെ പ്രശസ്തമായ കവിതകളാണ് താരാട്ട്, ബാലവടി. സുഗതകുമാരിയുടെ പ്രശസ്തമായ കവിതകളാണ് മണലെഴുത്ത്, രാത്രിമഴ, അമ്പലമണി, തുലാവർഷപ്പച്ച, മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പെൺകുഞ്ഞിന് 90, പ്രണാമം, പാവം മാനവഹൃദയം, രാധയെവിടെ, കുറിഞ്ഞി പൂക്കൾ എന്നിവ ഓർക്കുക. D വിനയചന്ദ്രന്റെ പ്രശസ്തമായ കവിതകളാണ് നരകം ഒരു പ്രേമ കവിത എഴുതുന്നു, കായിക്കരയിലെ കടല്. രണ്ടും ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഓർത്തു വെച്ചേക്കുക. D വിനയചന്ദ്രന്റെ പ്രശസ്തമായ കവിതകളാണ് നരകം ഒരു പ്രേമ കവിത എഴുതുന്നു, കായിക്കരയിലെ കടൽ. N കക്കാടിന്റെ പ്രശസ്തമായ കവിതകളാണ് സഫലമീ യാത്ര, പാതാളത്തിന്റെ മുഴക്കം, ഇതാ ആശ്രമമൃഗം, കൊല്ല് കൊല്ല്. ഇതിനകത്ത് സഫലമീ യാത്ര ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. N കക്കാടിന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാണ്? സഫലമീ യാത്ര, പാതാളത്തിന്റെ മുഴക്കം, ഇതാ ആശ്രമമൃഗം, കൊല്ല് കൊല്ല്. കുഞ്ഞുണ്ണി മാഷിന്റെ പ്രശസ്തമായ കവിതകളാണ് പഴയ മൊഴി, പത്തായം, കുറ്റിപ്പെൻസിൽ, അക്ഷരത്തെറ്റ്, ഊണ് തൊട്ടുറക്കം വരെ. ഈ പറഞ്ഞിരിക്കുന്നതില് കുറ്റിപ്പെൻസില്, അക്ഷരത്തെറ്റ്, ഊണ് തൊട്ടുറക്കം വരെ PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? പഴമൊഴി, പത്തായം, കുറ്റിപ്പെൻസില്, അക്ഷരത്തെറ്റ്, ഊണ് തൊട്ട് ഉറക്കം വരെ. ചെമ്മനം ചാക്കോയുടെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് രാജപാത, നെല്ല്, ആഗ്നേയാസ്ത്രം. ഇതിനകത്ത് നെല്ല് ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ചെമ്മനം ചാക്കോയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? രാജപാത, നെല്ല്, ആഗ്നേയാസ്ത്രം. വള്ളത്തോൾ നാരായണ മേനോന്റെ പ്രശസ്തമായ കവിതകളാണ് മഗ്ദലന മറിയം, ചിത്രയോഗം, തല, കൃഷ്ണപരുന്തിനോട്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്, ഓർക്കുക. വള്ളത്തോൾ നാരായണ മേനോന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? മഗ്ദലന മറിയം, ചിത്രയോഗം, തല, കൃഷ്ണപരുന്തിനോട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. D വിനയചന്ദ്രന്റെ പ്രധാനപ്പെട്ട കവിതകൾ ഏതൊക്കെയാ? നരകം ഒരു പ്രേമ കവിത എഴുതുന്നു, കായിക്കരയിലെ കടൽ. ഇനി NN കക്കാടിന്റെ പ്രശസ്തമായ കവിതകൾ എന്ന് ചോദിച്ചാല് സഫലമീ യാത്ര, പാതാളത്തിന്റെ മുഴക്കം, ഇതാ ആശ്രമമൃഗം, കൊല്ല് കൊല്ല്. കുഞ്ഞുണ്ണി മാഷിന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് പഴമൊഴി, പത്തായം, കുറ്റിപ്പെൻസിൽ, അക്ഷരത്തെറ്റ്, ഊണ് തൊട്ട് ഉറക്കം വരെ. ചെമ്മനം ചാക്കോയുടെ പ്രശസ്തമായ കവിതകളാണ് രാജപാത, നെല്ല്, ആഗ്നേയാസ്ത്രം. വള്ളത്തോൾ നാരായണ മേനോന്റെ പ്രശസ്തമായ കവിതകളാണ് മഗ്ദലന മറിയം, ചിത്രയോഗം, തല, കൃഷ്ണപരുന്തിനോട്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.